ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിരവധി പേർക്ക് ഇരട്ട വോട്ടുള്ളതായി റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ഉടുമ്പൻചോല പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് മനസ്സിലായത്. 174 പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു. ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്ന് BJP പ്രാദേശിക നേതൃത്വം പരാതി നൽകിയതിന് പിന്നാലെയാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 എന്നീ വാർഡുകളിലെ 174 പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഉടുമ്പൻചോലയിലെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകളിലാണ് പേരുള്ളത്. 2 വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുള്ളത് ഒരേ ആളാണോ എന്ന് സ്ഥിരീകരിക്കാൻ അടുത്ത മാസം 1-ന് ഹിയറിംഗിന് ഹാജരാകാനാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. 2ഇടത്തും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കും. ഇടുക്കിയിലെ മറ്റു തോട്ടം മേഖലകളിലും ഇരട്ട വോട്ടുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് ഉടുമ്പൻചോല. തമിഴ് ജനത തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. ഈ പ്രദേശത്ത് പണ്ടുകാലം മുതൽക്കേ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വോട്ടുള്ള ആളുകളുണ്ട് എന്ന ആരോപണം നിലനിന്നിരുന്നു. ആ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. നിലവിൽ ഈ ആരോപണം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ദേവികുളം, പീരിമേട്, ഉടുമ്പൻചോല എന്നീ 3 മണ്ഡലങ്ങളും തമിഴ് ഭൂരിപക്ഷ മേഖലയാണ്. ഈ മേഖലകളിലും സമാനമായ വോട്ടിംഗ് രീതിയാണ് ഉള്ളത്. BJP പ്രാദേശിക നേതൃത്വം പരിശോധന നടത്തുകയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അവർ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ചാണ് ഇലക്ഷൻ വിഭാഗം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ അവർ നൽകിയിരിക്കുന്ന ഇരട്ട വോട്ട് സംബന്ധിച്ച ലിസ്റ്റ് ശരിവെക്കുന്നതായിരുന്നു കണ്ടെത്തൽ. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും 2 ദിവസമായിട്ടാണ്. അതുകൊണ്ട് തന്നെ 2ഇടത്തും വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് മണ്ഡലങ്ങളിൽ വലിയ പ്രശ്നത്തിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന അത്ര വോട്ടർമാർ ഉണ്ടെന്നാണ് നിലവിലെ ആരോപണം. എന്നാൽ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കണം എന്നത് ഒരു വെല്ലുവിളിയാണ്. 50,000-ൽ അധികം ആളുകൾക്ക് ഇരട്ട വോട്ട് ഉണ്ടെന്നുള്ള ആരോപണം മുൻപ് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഇത്തവണയാണ് ഒരു നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത്.